ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ലോകത്തിലെ വസ്തുക്കളെ സമ്പാദിക്കുന്നതിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാൾക്ക് വിലയേറിയ മഹത്തായ പലതും നഷ്ടമായിരിക്കും. നിസാരമായ വസ്തുക്കൾക്ക് വേണ്ടി സാരമായതിനെ ഉപേക്ഷിക്കുന്ന കുട്ടികളെ പോലെയാണ് നമ്മുടെ മനസ്സ്. നല്ല പളപളപ്പുള്ള മിന്നിത്തിളങ്ങുന്ന വസ്തുക്കൾ കാണുമ്പോൾ വിലയേറിയ വസ്തുത തൻ്റെ കയ്യിലിരിക്കെ അതിനെ വലിച്ചെറിഞ്ഞ് ആ പളപള മിന്നുന്ന വസ്തുവിനെ സ്വീകരിച്ച് അത് നൈമിഷികമായ സുഖത്തെ തരുന്നവയാണെന്ന് ബോധിക്കാതെ നിരാശനാകുന്ന കുരങ്ങിനെ പോലെയോ കുട്ടിയെ പോലെയോ ആണ് ഇന്നത്തെ മനുഷ്യർ. അതിനാൽ മനുഷ്യർ ഈ വസ്തുക്കളുടെ സമ്പാദനത്തിന് വേണ്ടി മാത്രം തൻ്റെ അമൂല്യമായ ജീവിതത്തെ പാഴാക്കിക്കളയരുത് എന്ന് നമ്മോട് താക്കീത് പറയുകയാണ്. പണത്തിനും പദവിക്കും പഠിപ്പിനും പലേതിനും പരിശ്രമിച്ചു താൻ ജന്മം പാഴാക്കും മൂഢനായവൻ. ഇപ്രകാരത്തിൽ അമൂല്യമായ തൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു വ്യക്തിയെ മൂഢൻ എന്നാണ് പറയുന്നത്. മൂഢൻ എന്നാൽ വിഡ്ഢിയായ ഒരു മനുഷ്യൻ, അല്പം പോലും ബുദ്ധി പ്രയോഗിക്കാതെ അവിവേകിയായി ജീവിക്കുന്ന ഒരാളെയാണ് മൂഢൻ എന്ന് പറയുന്നത്. ആ മൂഢനായ അവസ്ഥയിൽ നിന്നും നമുക്ക് കരകയറണമെങ്കിൽ നമുക്ക് ഈശ്വരൻ തന്ന ബുദ്ധി വേണ്ട മാതിരി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതിനാൽ പണത്തിനും പഠിപ്പിനും പഠിക്കാൻ വേണ്ടിയല്ലേ ഇന്ന് കാലം മുഴുവൻ ചെലവഴിക്കുന്നത്. എന്നാൽ പഠിക്കണ്ടേ? തീർച്ചയായും പഠിക്കണം. പഠിക്കേണ്ടതായിരിക്കണം പഠിക്കേണ്ടത്. പണത്തിനും പഠിപ്പിനും ഇത് ചെറിയ കുട്ടികളെപ്പോലും പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്താ? നീ പഠിച്ചേ ജോലി നേടണം, ഏറ്റവും ഉയർന്ന ശമ്പളം വാങ്ങുന്ന ഒരാളാവണം എന്നാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. നീ പഠിച്ച് സൽസ്വഭാവിയായ മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യനാകണം എന്ന് ഏതെങ്കിലും അച്ഛനും അമ്മയും പറഞ്ഞു പഠിപ്പിക്കാറുണ്ട്. കുട്ടിയെ പഠിക്കുന്നത് തന്നെ ജോലി കിട്ടാൻ വേണ്ടിയാണ്. ജോലി കിട്ടാൻ ഏത് വിദ്യാഭ്യാസമാണോ വേണ്ടത് ആ വിദ്യയെ ആണ് അഭ്യസിപ്പിക്കേണ്ടത്. കുട്ടിക്കത് ഉൾക്കൊള്ളാനുള്ള ബുദ്ധി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ആലോചിച്ചിട്ടല്ല. ശമ്പളം കിട്ടുന്ന ജോലി. ഒരിക്കൽ ഒരു അച്ഛൻ മകന് പറഞ്ഞു കൊടുക്കുകയാണ്, അച്ഛാ, പണം കിട്ടാൻ ഞാൻ ഏത് പഠിപ്പാണ് ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞു, അച്ഛാ, എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം പൈസ കിട്ടുന്ന ഒരു ജോലി ഡോക്ടർ ആവുക എന്നതാണ്. അതുകൊണ്ട് ഞാൻ ഡോക്ടർ ആവാനാണ് ഇനി പഠിക്കുന്നത്, അതിന് എൻട്രൻസ് എഴുതാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോൾ, ശരി മകനെ, നീ എൻട്രൻസ് എഴുതിക്കോളൂ, പക്ഷേ നീ MBBS അല്ല നീ പഠിക്കേണ്ടത്, ദന്തിസ്റ്റാകണം, ദന്ത ഡോക്ടർ ആവണം. MBBS പഠിച്ചാൽ പിന്നീട് നീ ഹാർട്ടിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആകാം. പക്ഷേ അതാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഹാർട്ട് ഒന്നേ ഉള്ളൂ, പല്ല് 32 ഒരു ഹാർട്ടിൻ്റെ രോഗിയെ നോക്കുന്നതിനേക്കാൾ 32 പല്ല് നോക്കുമ്പോൾ ആ എണ്ണത്തിന് അത്രയും പൈസ നിനക്ക് കിട്ടില്ലേ? അതുകൊണ്ട് നീ ഒരു ദന്ത ഡോക്ടറാവൂ എന്നൊരച്ഛൻ മകനും പറഞ്ഞു കൊടുത്തതായി കേട്ടിട്ടുണ്ട്. ഇതൊരു ഫലിതമാണെങ്കിൽ തന്നെയും മനുഷ്യൻ്റെ പണമോഹം എത്ര വലുതാണ് എന്ന് കാണിക്കുന്നതിന് ഒരു ഉദാഹരണമാണ്. കുട്ടികളെ നല്ല സ്വഭാവമുള്ള മനുഷ്യസ്നേഹിയായി സാമൂഹ്യ ബോധത്തോടുകൂടി മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായി ജീവിക്കാനാണ് വിദ്യാലയത്തിലേക്ക് അയക്കുന്നത് എന്ന് ഏതെങ്കിലും രക്ഷിതാവ് മനസ്സിലാക്കിയിട്ടുണ്ടോ? അതല്ലേ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി തീർക്കുകയാണ് വേണ്ടത്. അതിലൂടെയാണ് യഥാർത്ഥ സുഖം നമുക്ക് കൈവരിക്കാൻ കഴിയുന്നത്. പണം കുറേ വാരി കൂട്ടിയാൽ സുഖം ഉണ്ടാവുകയില്ല എന്ന പച്ച പരമാർത്ഥം നാം മനസ്സിലാക്കേണ്ടതാണ്. അതിനാൽ പണത്തിനും പഠിപ്പിനും പദവിക്കും പലേതിനും, പിന്നെ സ്ഥാനമാനങ്ങൾ നേടാൻ, പദവി കിട്ടാൻ, അങ്ങനെ പലതിനും വേണ്ടി
പരിശ്രമിച്ചു താൻ ജന്മം പാഴാക്കും. അങ്ങനെ അതിനു വേണ്ടി പരിശ്രമിച്ച് തൻ്റെ ജന്മം പാഴാക്കിക്കളയുന്നു. ആര്? മൂഢനായ ഒരു മനുഷ്യൻ. നാം അപ്രകാരം മൂഢനാവണോ? ഒരിക്കലും ആവരുത്. ഒരു ഡോക്ടർ ആവുകയാണെങ്കിൽ സമൂഹത്തെ സേവിക്കാൻ ഒരു രോഗിയുടെ മുമ്പിൽ ഒരു ഡോക്ടർ എന്ന ഈശ്വരനെ പോലെയാണ്. ആ രോഗിക്ക് തൻ്റെ വേദനയെ ശമിപ്പിക്കാനും തൻ്റെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും കഴിയുന്ന ഒരു ദൈവദൂതനായിട്ടാണ് പല രോഗികളും ഡോക്ടറെ കാണുന്നത്. അതുപോലെ സേവനതൽപരരായ ഒരു ഡോക്ടറായിട്ടാണ് സമൂഹത്തിൽ വാർത്തെടുക്കാൻ നാം പരിശ്രമിക്കേണ്ടത്. അതിനാൽ പണത്തിനും പഠിപ്പിനും പദവിക്കും പലേതിനും പരിശ്രമിച്ചു താൻ ജന്മം പാഴാക്കും മൂഢനായവൻ.